ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. രാജകലാശൻ്റെ ശ്രുതം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഏകദേശം 5000-ഓളം വ്യൂസ് കടന്നു കഴിഞ്ഞു ഞങ്ങളുടെ ഷോർട്ട് ഫിലിം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ ഈ ലൈവിൽ വന്നിരിക്കുകയാണ് ശ്രുതം കൂട്ടുകാർ. ഞാൻ സ്വയം പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് രഞ്ജിത്ത്, എഴുപന്തലയാണ് സ്വദേശം. ഇത് ഗിരീഷേട്ടൻ, ഇതും ഗിരീഷേട്ടൻ, രണ്ട് ഗിരീഷേട്ടന്മാരാണ്. അപ്പോൾ നമ്മുടെ ശ്രുതം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഏകദേശം 2 മാസം മുമ്പ് ഷൂട്ടിംഗ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തു. ഏകദേശം 5000-ന് മുകളിൽ വ്യൂവേഴ്സ് നമുക്ക് കിട്ടി കഴിഞ്ഞു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ അതുപോലെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്, ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത. ഫസ്റ്റ് പറയാനുള്ളത് ഞങ്ങളുടെ സോപാനം സതീഷേട്ടൻ, അതേപോലെ തന്നെ ഡ്രീംസ് വിനുവേട്ടൻ, ഇവരോടൊക്കെ തന്നെ നന്ദി പറയാനുള്ളത്. അതുപോലെ തന്നെ എഡിറ്റിംഗ് രഞ്ജിത, പ്രശാന്ത്, പിന്നെ അതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളും. അതിൻ്റെ ലോക്ക്ഡൗൺ ആ ഒരു സമയത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അതിൽ നമ്മുടെ ക്വാറന്റൈൻ്റെ ഭാഗമായിട്ട് അഭിനയിച്ച ആളുകളാണ് ഗിരീഷേട്ടൻ, 2 ഗിരീഷേട്ടന്മാരും. അതേപോലെ തന്നെ മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് വന്ന സുഹിത്തേട്ടൻ, ഉണ്ണികൃഷ്ണൻ, അതേപോലെ തന്നെ സന്തോഷേട്ടൻ, അതേപോലെ തന്നെ ഇവരുടെ കൂടെ ക്വാറന്റൈനിൽ കഴിഞ്ഞ ജിഷ്ണു, വാസുവേട്ടൻ, രഘുവേട്ടൻ, പിന്നെ നമ്മുടെ നേഴ്സുമാരായിട്ട് അഭിനയിച്ച കാർത്തിക, അശ്വതി, പിന്നെ നമ്മുടെ ഡോക്ടർ, ഇപ്പോൾ ആളെ നാട്ടിലില്ല, പ്രവാസ ലോകത്തേക്ക് അദ്ദേഹം പോയി, സനുവേട്ടൻ. അപ്പോൾ സനുവേട്ടൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. സനുവേട്ടൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ റിലീസിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ സനുവേട്ടൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ നന്ദി പറയുകയാണ്. നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രജീഷ് CPY, ഹായ് രജീഷ് CPY, നമസ്കാരം. സുജിത്ത് പൊന്നു, രോഹിത് ഉണ്ണി, ഹായ് ഉണ്ണി. അർജുൻ, സുധീഷ് കൃഷ്ണ, ഹായ് സുധി നമ്മുടെ മേക്കപ്പ് മാൻ ആയിരുന്നു. എന്നെ ഒരു ഭ്രാന്തനാക്കി ക്രിയേറ്റ് ചെയ്തതിൽ സുധിക്ക് നല്ലൊരു പങ്കുണ്ട്. സുധിക്ക് എന്നെ ഒരു ഭ്രാന്തനാക്കി. അതേപോലെ തന്നെ സന്ദീപ് 2 പേരാണ്, 3 പേരും കൂടിയിട്ടാണ് എന്നെ ഭ്രാന്തനാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ആനന്ദും 3 പേര്. ശ്രീകാന്ത്, അഞ്ജലി നമ്മുടെ നേഴ്സായിട്ട് അഭിനയിച്ച അഞ്ജലി, ഹായ് അഞ്ജലി, നമസ്കാരം. സുജിത്ത്, സുമേഷ് ചേട്ടാ, നമസ്കാരം സുമേഷ് ചേട്ടാ. സുഖല്ലേ സുമേഷ് ചേട്ടാ? അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം കണ്ടു എന്ന് വിചാരിക്കുന്ന എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ അവരുടെയും സപ്പോർട്ട് നമുക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാളെ സെലിബ്രേഷനാണ്. ഞങ്ങളുടെ 5000-ന് വ്യൂസ് കടന്നതിൻ്റെ ഒരു സെലിബ്രേഷനാണ്. എന്തായാലും രാജ്യവ്യാപകമായി അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് തന്നെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരി കൊറോണയെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളുടെ സുഹൃത്ത് ചങ്ങാതിയായിട്ടുള്ള രഘുരാജ് തയ്യാറാക്കിയ ചെറിയൊരു സ്റ്റോറി ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരും കൊള്ളാമെന്നുള്ളൊരു ഇതിലാണ് ഇതിന് ഇറങ്ങി തിരിച്ച്. അതിപ്പോൾ ഒരു ആഴ്ച പിന്നിട്ടപ്പോഴേക്കും 5000-ലധികം വ്യൂവേഴ്സ് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളുടെ അടുത്തും ഞങ്ങളുടെ ശ്രുതം ടീമിൻ്റെ നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ച എന്നോണം 2ാം ഭാഗം വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നിട്ടുള്ള ഈ സപ്പോർട്ടും സ്നേഹമൊക്കെ വരുന്ന പാർട്ട് 2ാം ഭാഗത്തിനും കൂടി തരണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. സനു സിനിമാ നടന്മാരെ നമസ്കാരം. നമസ്കാരം. സുരേഷ് പരിയാരത്തൊടി, കുട്ടേട്ടൻ നമസ്കാരം ഉണ്ട്.
അഞ്ജലി രഘുവേട്ടൻ എവിടെ? രഘുവേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല, ആള് കുറച്ച് തിരക്കപ്പെട്ട് നാട്ടിലില്ല. എല്ലാവർക്കും നമസ്കാരം. രാകേഷ്, രാകേഷ് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ ശ്രുതത്തില് പൊളിറ്റിക്കൽ ലീഡേഴ്സായി അഭിനയിച്ച ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ വേണം എങ്ങനെ വേണ്ട എന്ന് ചിത്രീകരിച്ച് ആ ഒരു രാഷ്ട്രീയക്കാരെ നമ്മുടെ മുന്നിലേക്ക് അതേപോലെ തന്നെ ജയേട്ടൻ, രണ്ട് ബാബുട്ടന്മാരും ജയേട്ടനും. ജയേട്ടൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മളെ. ജയേട്ടനും ബാബുട്ടനും, രണ്ട് ബാബുട്ടന്മാർക്കും നന്ദി. അനന്തുയേട്ടൻ എവിടെ? അനന്തേട്ടൻ ഇവിടെ ഇല്ല. അനന്തേട്ടനൊക്കെ ഇതിന്റെ പിന്നണിയിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രുതം പൊളിച്ചു വിട്ടോ മനു ആട്ടം. ഓ താങ്ക് യു മനേട്ടാ, താങ്ക് യു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ 5000-ഓളം വ്യൂവേഴ്സ് ഇപ്പോൾ കടന്നിട്ട് ഉള്ളത്. അയന, യെസ് ഹായ് അയന, നിങ്ങളുടെ ആക്ടിങ് സൂപ്പർ ആയിരുന്നു. അശ്വിനി അച്ചു, ഓ താങ്ക് യു അശ്വിനി, താങ്ക് യു സോ മച്ച്. മനു ആട്ടം. താരങ്ങൾ എന്ന് പറയാൻ അത്ര വലിയ താരങ്ങളൊന്നും ആയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ഒരു കാൽവെപ്പ് എന്നുള്ള രീതിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ രാജകലാവിഷൻ എന്ന് പറയുന്നത് കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ടീമാണ്. ഏകദേശം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പാലാഴി കലാസമിതി. അപ്പോൾ പാലാഴിയുടെ ഒരു നെടുന്തൂണ് തന്നെയാണ് ഇരിക്കുന്നത് ഗിരീഷേട്ടൻ, നമുക്ക് കണ്ടിട്ടുണ്ടാവും. വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് പാർട്ട് ശ്രുതം. ഓ അഞ്ജലി, തീർച്ചയായും നമ്മൾ സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ടൊക്കെ തരിക. ബാബുരാജ് താഴത്തേതിൽ സൂപ്പർ. ഓ താങ്ക് യു ബാബേട്ട. രഘുവേട്ടനെ സ്ക്രീനിൽ കണ്ടു. ഭഗവാൻ എഴുപന്തല. അബി നമ്മുടെ അബിയാണ്. അബി രഘുവേട്ടൻ സ്ക്രീനിലുണ്ടായിരുന്നു. രഘുവേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അശ്വതി രാകേഷ്, ഹായ് ബ്രോസ്. ഹായ് അശ്വതി, എന്ത് പറയുന്നു? സുഖല്ലേ? സുജിത്ത് വന്നു. പുറകിലിരിക്കുന്ന ഗിരീഷേട്ടൻ എന്തോന്നും മിണ്ടാത്ത, എന്തെങ്കിലും മിണ്ട് ഗിരീഷേട്ടാ. പൊന്നു ചോദിക്കുന്നുണ്ട്. ഇവിടെ രഞ്ജിത്തിന്റെ എന്താ ഞാൻ പറയുന്നത്? സന്തോഷ് എഴുന്നല. സന്തോഷേട്ടാ, ടീം ശ്രുതം. ഓ താങ്ക് യു സന്തോഷേട്ടാ. നന്നായിട്ടുണ്ട് കേട്ടോ, കൺഗ്രാറ്റ്സ്. ഓ താങ്ക് യു. KP പട്ടാമ്പി, നമ്മുടെ ബാബുവേട്ടനാണ്, നമ്മുടെ കൃഷ്ണപ്രസാദ്, നമ്മുടെ രാഷ്ട്രീയക്കാരൻ, നമ്മുടെ മോഹനേട്ടനായി അഭിനയിച്ച ബാബുവേട്ടൻ. എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും. മനോട്ടാ താങ്ക് യു. തീർച്ചയായും നമ്മൾ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. ഏകദേശം അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു 144 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലം കാരണം കൊണ്ടിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പ്രതിഭട്ട ഹായ്, സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. പ്രജീഷ് VP ഉണ്ണിമായ, രഞ്ജിത്തെ കുട്ടേട്ട ഒരേ പൊടി. ഓ താങ്ക് യു പ്രജീഷേട്ടാ, താങ്ക് യു. പ്രജിത്ത് എഴുപത് ഹായ് ബ്രോ, സൂപ്പർ. തീർച്ചയായും പ്രജിത്ത്, തീർച്ചയായും നമ്മൾ സെക്കൻഡ് പാർട്ട് തീർച്ചയായും വരുന്നുണ്ടായിരിക്കും. ശശി ചേരായി, സുഖമാണോ? ഓ സുഖം ശശിയേട്ടാ, സുഖാണ്. സുജയ് കൃഷ്ണ പാലാഴി. സുജയ് നമ്മുടെ പാലാഴിയുടെ ഒരു മുത്തുമണിയാണ് സുജയ്. അപ്പോൾ സുജയ്ക്ക് വലിയൊരു ഹായ്. സുജയ് നമ്മൾ ചെയ്യുന്ന വേറൊരു പാർട്ടിൽ നമ്മുടെ ഒപ്പം കൂടെ ഉണ്ട്. പ്രദീപ് കുമാർ അമ്പാണി, നന്നായിട്ടുണ്ട്. താങ്ക് യു പ്രതിഭേട്ട, താങ്ക് യു. ബാബുട്ട നമസ്കാരം.
സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓ താങ്ക് യു സുജയ്, തീർച്ചയായും. സുബീഷ് ഹായ്. ശ്രുതം ടീം പൊളിച്ചു. ഓ താങ്ക് യു സുബീഷേട്ടാ, താങ്ക് യു. സന്ദീപ് എഴുവന്തല. സന്ദീപ് നമ്മുടെ മേക്കപ്പ് മാനാണ് സന്ദീപ്, ഭ്രാന്തന്റെ മേക്കപ്പ് മാനാണ് സന്ദീപ്. താങ്ക് യുടാ സന്ദീപ്, താങ്ക് യു. സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടും ഉണ്ടാവും. അശ്വനി അച്ചു. ഓ താങ്ക് യു. ഒരുപാട് സന്തോഷം. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണമായിട്ടുള്ളത് അല്ലേ? അതെ ഷോർട്ട് ഫിലിം കണ്ട് ഇഷ്ടപ്പെടാനും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ അനുഗ്രഹിക്കട്ടെ. രജിതേർത്തിമ, താങ്ക് യു. ജയേട്ടൻ ഹായ് ജയേട്ടാ, എന്തൊക്കെയാ? സുരേഷ് കുമാർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സുരേഷ് ചേട്ടാ നമസ്കാരം. വിഷ്ണു മനു ഹായ് വിഷ്ണു. ആദിത്യ നാരായണൻ ശ്രുതം സൂപ്പർ. ആദിത്യ താങ്ക് യു ആദിത്യ. വിഷ്ണു ഹായ് വിഷ്ണു. ജിഷ്ണു ശിവപുരം ഹായ്. ശ്രുതം ടീം ഹായ് ജിഷ്ണു. വിഷ്ണു ടി ഹായ് വിഷ്ണു, നമസ്കാരമുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ശ്രുതം 2 എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ശ്രുതം 2 എന്തായിരിക്കും, വെയിറ്റിംഗ് ആണ്, എല്ലാവരും വെയിറ്റിംഗ് ആണ് എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പോൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ശ്രുതം 2 എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടാവും. അതില് പ്രധാന വേഷം ചെയ്തിട്ടുള്ള നമ്മുടെ രഞ്ജിത്ത്, രാമന്റെ വേഷം ചെയ്തിട്ടുള്ള രഞ്ജിത്തിന്റെ ശരിക്കുള്ള ജീവിതം നമ്മൾ അതിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റിംഗിലാണെന്ന് അറിയാം. എന്തായാലും ഒരു ആകാംക്ഷയായിട്ടുള്ള വെയിറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഗിരിയേട്ടൻ ഒരു പാട്ട് പാട്. സുധീഷ് കൃഷ്ണ പലരെ. ഗിരീഷേട്ടാ ഒരു പാട്ട് സുധി പാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗിരീഷേട്ടൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നുണ്ടാവും. ഗിരീഷേട്ടാ ഒരു പാടുന്നായിക്കോട്ടെ. ഞാനൊരു 2 വരി പാടാം, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പാടാം. പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത നിറനാഴിയിൽ നീരാടിടാം. പുത്തിലങ്ങി തോട്ടി മലർമുത്തു കോർക്കാം പോകാം. ആനകേരാമേട്ടി ഒരു ആയിരത്തിരി കൊടുത്താം. ഇനിയും ഈ തുടികളെ കളിയാടാനോ ശ്രീരാഗവും തേടുന്നു നിൻമൊഴി പൊൻതന്തി സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. വരികളൊക്കെ കറക്റ്റായിട്ട് അറിയാം, അവിടെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ ക്ഷമിക്കുക. സുധി എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പാടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സുധിയുടെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ ഗിരീഷേട്ടൻ ഒരു അടിപൊളി പാട്ട് പാടിയിട്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ ഹായ്. ഉണ്ണിയേട്ട അടിപൊളി. താങ്ക് യു ഉണ്ണിയേട്ട. സുരേഷ് കുമാർ KM. ശ്രുതം ടീമിലെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓ താങ്ക് യു സുരേഷ് ഏട്ടൻ, താങ്ക് യു. വിനോദ് CPY ഹായ്. വിനോദേട്ട നമസ്കാരം. അർജുൻ സിൽ അച്ചു നമസ്കാരം. ഹായ് അച്ചു.
രാകേഷ്, ഗിരിയേട്ടോ. ആ ഗിരിചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഗിരിചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹായ് കൊടുക്കുക. രണ്ട് ഗിരീഷേട്ടന്മാരുണ്ട്. ഏത് ഗിരിയേട്ടനാണെന്ന് കൺഫ്യൂഷനാണ്. 2 ഗിരിയേട്ടന്മാരുണ്ട്. ആദിത്യ ചക്ര, ശ്രുതം അടിപൊളി. ഓ താങ്ക് യു ആദിത്യ, താങ്ക് യു. ശ്രീകാന്ത്, ഒരു പാട്ട്. ആരാണ് ശ്രീകാന്ത് പാട്ട് പാടേണ്ടതെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നമ്മുടെ ഗിരീശേട്ടൻ ഒരു പാട്ട് പാടി. രഞ്ജിത്ത് പാട്ട് പാടുന്നുണ്ട്. രഞ്ജിത്ത് പാട്ട് പാടാനായിട്ടില്ല. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ആട്ടം കലാസമിതിയുടെ പൊന്നിയേട്ടന് ഒരു പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും കടപ്പാടുകളൊക്കെ അറിയിക്കുകയാണ്. നമ്മുടെ ശ്രുതം ടീമിന് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ശ്രുതം ടീമിന്റെ ഒരു പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കണം. അതേപോലെ തന്നെ ആട്ടം കലാസമിതി ചെയ്ത ഒരുപാട് ഷോർട്ട് ഫിലിംസ്, അതായത് ആട്ടം, തുമ്പി, ആട്ടം, അതേപോലെ തന്നെ ഭൂതൻ, അതേപോലെ തന്നെ ആട്ടം കലാസമിതി ചെയ്ത തുമ്പി, ഭൂതം എന്ന ഷോർട്ട് ഫിലിംസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അതായത് മനോഹരന് ഒരുപാട് നന്ദി നമ്മൾ പറയുകയാണ്. അയനായസ് വെയിറ്റിംഗ് പാർട്ട് 2. തീർച്ചയായും സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടായിരിക്കും. ഗിരീഷേട്ട പൊളിച്ചുട്ടോ, ഗിരിയേട്ട പൊളിച്ചുട്ടോ. രജീഷ് CP, രഞ്ജിത്ത് നിനക്കൊന്ന് പാടിക്കൂടെ? രജീഷ, ഞാൻ പാടിക്കഴിഞ്ഞാ അത് നമുക്ക് നോക്കാം, പാടാം. ഇവിടെ ബാക്കി ടീംസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഓരോ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഒരു തിരക്കിലാണ്. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ബാക്കിയുള്ള കലാകാരന്മാര് ഇതേപോലെ ഫേസ്ബുക്ക് ലൈവില് നിങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതും കൂടി വെയിറ്റ് ചെയ്യാം. അശ്വിനി അച്ചു, സൂപ്പർ ബ്രദേഴ്സ്. ഓ താങ്ക് യു അശ്വിനി, താങ്ക് യു. രവി പാലോളി. രവിയേട്ട നമസ്കാരം. സുജയ് കൃഷ്ണ, അഭിനയം മാത്രമല്ല പാട്ട് പാടാനും എഴുപത്തിരക്കായ പൊളിയല്ലേ? ഓ അതാണ് സുജയ്, അതാണ് നമ്മളെ എഴുപത്തിരക്കാരെല്ലാത്തിലും മുൻപന്തിയിലാണെന്നുള്ളത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, ബാക്കിയുള്ളവരൊക്കെ എവിടെ? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ അവര് ഓരോ തിരക്കപ്പെട്ടിരിക്കുകയാണ്. വിഷ്ണു, പാട്ട് പാടാനല്ലേ എല്ലാരും പാടാൻ പറയാല്ലേ? പൊന്നു പാടാം. ഞാൻ നല്ല ഗായകനാണ്. നല്ല പാട്ട് ചെയ്യും. ശരി, നമ്മുടെ പൊന്നു അതേപോലെ തന്നെ രജീഷ്, ഇവർ രണ്ടുപേരും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു പാട്ടിലേക്ക് പോവാം. അത്ര വലിയ ഗായകനൊന്നല്ല, എന്നാലും നമുക്കറിയാവുന്ന രീതിക്ക് ഒരു ചെറിയൊരു പാട്ട് പാടാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാം, അപ്പോൾ കേട്ടാൽ മതി. ശരി. വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, ആറ്റക്കിളിക്കൂം നേരം. അത് കയ്യിൽ നിന്ന് പോയിട്ട്, സത്യം പറഞ്ഞ കയ്യിൽ നിന്ന് പോയി. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ പാടില്ല എന്നാ പറഞ്ഞു. പൊന്നോ, ഞാൻ പാടില്ല എന്നാ പറഞ്ഞു. പാട്ട് നന്നായിട്ടുണ്ട്. അതിനാ ഗിരീഷേട്ടാ, പാട്ട് നന്നായിട്ടുണ്ട്. ആദിത്യ നാരായണൻ, സോങ് സൂപ്പർ ഗിരിയേട്ടാ. സന്ദീപ്, ഗിരിയേട്ട പാട്ട് നന്നായിട്ടുണ്ട്. സജീഷ് പരിഹാരത്തോടി, ഹായ് സജീഷേട്ടാ. സജീഷേട്ടൻ നമ്മുടെ ചങ്ക് ബ്രോണ്. അതേപോലെ തന്നെ നമ്മുടെ ശ്രുതത്തില് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ് ക്ലിയർ ആയിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ നല്ലൊരു ക്യാരക്ടർ നമുക്ക് പ്രതീക്ഷിക്കാം. സന്ദീപ് എഴുപന്തല, സൂപ്പർ സന്ദീപ്, താങ്ക് യു. സുരേഷ് ബാബു വല്ലപ്പുഴ, നമസ്തേ. സുരേഷ് ഏട്ടാ നമസ്തേ. സുരേഷ് ബാബുട്ടൻ നമ്മുടെ 3 രാഷ്ട്രീയക്കാരിൽ ഒരാളായിട്ട് തിളങ്ങി നിന്നൊരാളാണ് സുരേഷ് ബാബുട്ടൻ. നമസ്തേ. ഷിനോജ് എന്തൊക്കെയാ നമസ്കാരമുണ്ട്. ഷിനോജ് നന്നായി പാടി. രവി പാലോളി, അതിനെ സ്ട്രെഞ്ച് പാട്ട് പാടിയില്ല. പാട്ട് പാടി, പക്ഷെ അത് രസമില്ലാതെ പോയി. അപ്പൊ പാട്ട് പാടാനൊന്നും അറിയില്ല, അതുകൊണ്ട് പാടിയതാണ്. അപ്പൊ അതങ്ങനെ ഉണ്ടാവും. സി മഹേഷ് ചളവറ, മാസ്ക് മുഖ്യം ദില്ലേ. സന്ദീപ് എഴുപന്തല,
അടുത്ത ഗിരിയേട്ടനോട് പാട്ട് പറഞ്ഞു. അടുത്ത ഗിരിയേട്ടനോട് പാട്ട്. അപ്പൊ ഗിരീഷേട്ടനോട് പാടാൻ പറഞ്ഞിരിക്കാൻ സന്ധ്യ. അപ്പൊ ഗിരീഷേട്ടൻ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഗിരീഷേട്ടാ പാടാം. പാടിപ്പോ ഒരു മിനിറ്റ് ആലോചിക്കട്ടെ. ഗിരീഷേട്ടൻ ആലോചിക്കാൻ പോവാണ്. അനിൽ അനു ഹായ്, നമസ്കാരം അനിൽ അനു. ഗിരിയേട്ടോ എന്ന് വിളിക്കുമ്പോൾ ഏത് ഗിരിയാണെന്നുള്ള കൂടി പറയണം. കാരണം 2 ഗിരീഷ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ 2 ഗിരീഷിന്റെ ഏത് ഗിരിയാണെന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഉഷാറായിരിക്കും. ചുവപ്പ് ഷർട്ട് ഇട്ടിട്ട് ഒരു ഗിരിയുണ്ട്, നീല ഷർട്ട് ഇട്ടൊരു ഗിരിയുണ്ട്. അതെ. രേഖ മുരളി സൂപ്പറാട്ടോ. ഓ താങ്ക് യു. വിനോദ് സീറ്റ് എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്ന് പ്രതീക്ഷിക്കില്ലേ? ഓ വിനോദ് താങ്ക്യൂടാ. ആദിത്യ ബാക്കിലിരിക്കുന്ന ഗിരിയേട്ടന് ഒരു പാട്ട് പാടുന്നു. ഗിരീഷേട്ടാ പാട്ട് പാടാൻ എല്ലാവരും പറയുന്നു. ഒരു പാട്ട് പാടാല്ലേ? പാടാം. അപ്പൊ ഗിരീഷേട്ടന്റെ പാട്ട് നമുക്ക് അടുത്തായിട്ട് കേൾക്കാം. എള്ളോളം താരി പൊന്നെന്തിന തനി തഞ്ചാവൂർ പട്ടെന്തിന ചന്തം ഇളങ്ങണ പട്ടു തിളങ്ങണ ചന്തം ഇലക്കാട് കണ്ടു കൊതിച്ചവർ ചെന്നുകൊണ്ടെങ്ങും പണ്ടു പണ്ടേ കരക്കാടേ പണ്ടു പോലെ പറക്കാടേ കല്ലുമാലക്കാതിൽ കമ്മാലില്ലേലും ആരാരും കണ്ണു വെച്ചു പോകും കന്നിക്കാതിരാണേ കല്ലിമുള്ളു പോലെ മുള്ളുകളില്ലേലും ആളോരെ കല്ലിയവളൊരു മുള്ളൊരമുള്ളാണേ എല്ലോളം താരി പൊന്നെന്തിന തനി തഞ്ചാവൂര് കൊട്ടെന്തിന ചന്തം തിളങ്ങണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാഴേ. ഗിരീഷേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തെറ്റുകളുണ്ടെങ്കിൽ കൊടുക്കണം. സുധീഷ് കൃഷ്ണ സുധി താങ്ക്യൂടാ. സുധീനെ കുറിച്ച് പറയാൻ പറഞ്ഞു. സുധി നമ്മുടെ പാലാഴി കലാസമിതിയുടെ പ്രമാണിയാണ്. അപ്പൊ സുധിക്ക് താങ്ക്യൂടാ സുധിയ. മനു ആട്ടം താങ്ക്സ് ചങ്കോളെ. മനു ആട്ടാ താങ്ക് യു. ബാക്കിയുള്ളവർ എവിടെ? തിരക്ക്. ജിഷ്ണു അവര് കുറച്ച് തിരക്കിലാണ്. ഗിരിയേട്ട സുഖല്ലേ? ഗിരിയേട്ട സുധീഷ്. 2 ഗിരിമാരിൽ ഏത് ഗിരി? 2 ഗിരീഷേട്ടന്മാരിൽ ശരി, രണ്ടാൾക്ക് സുഖമാണ്. രണ്ടാൾക്ക് സുഖമാണ്. ഗിരിയേട്ടൻ പാടുമോ പ്ലീസ്? അനിൽ അനു. ഗിരിയേട്ടൻ 2 ഗിരിയേട്ടന്മാരും പാടി. നീ ഗിരിയേട്ടനാണ്. 2 ഗിരീഷേട്ടനും പാടി. ഇനി ഈ ഗിരീഷേട്ടനാണ് ഒന്നുകൂടി പാടാനുള്ളത്. ഗിരീഷേട്ടൻ പാടണം. ഞാൻ പാടാനായി. പാടിക്കോളൂ. രഞ്ജിത്ത് കൃഷ്ണ രഞ്ജു ഹായ് മച്ചാൻസ്. ഹായ് രഞ്ജിത്ത്. ഹായ്, നമസ്കാരം. രാജേഷ് നാരായണത്ത് കൺഗ്രാറ്റ്സ് ഓൾസോ ദം ടീം. ഓ രാജേഷേട്ടാ താങ്ക് യു. നമ്മുടെ ഗിരീഷേട്ടൻ്റെ അനിയനാണ് രാജേഷ് ഏട്ടൻ. ജനിയനാണ് രാജേഷ്. രഞ്ജിത്ത് ഒരു പാട്ട് പാടും. രഞ്ജിത്തിന്റെ അടുത്ത് വീണ്ടും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. സുധിയെ ഞാൻ പാടിക്കഴിഞ്ഞ നേരത്തെ കേട്ടതാണ് ഞാൻ പാടിയത്. നേരത്തെ ആകെ താളം തെറ്റിപ്പോയി. ഗിരീഷ് പാടൂ. രവി പാടോളി. ഞാൻ പാടിയതൊക്കെ ഈ ഗിരീഷ് ഏത് ഗിരീഷാണ് പാടുന്നത്? ഗിരീഷിന്റെ അടുത്താവാനോ പാടി. അതെ, ഗിരീഷേട്ടൻ ഒരു പാട്ട് പാടി. ഞാൻ ഈ പാട്ട് പാടിയത് കുട്ടിയച്ഛന് വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി ചിലപ്പോ ഒന്ന് പാടാം. ഒരു പാട്ട് കുട്ടിയച്ഛന് വേണ്ടിയിട്ട് നമുക്ക് ഗിരീഷേട്ടൻ പാടുന്നതായിരിക്കും. ഗിരീഷേട്ടാ ഒരു പാട്ട്. ഗിരീഷേട്ടാ പാട്. വെയിറ്റിംഗ്. പാട്ട് സുരേഷ് ബാബു വല്ലപ്പോഴും. എൻ്റെ നമ്പർ എപ്പോൾ വരും? ബാബുട്ട മനസ്സിലായില്ല. രഘുരാജ് എഴുതുന്നില്ല. ഹായ് രഘുട്ട. ഹായ്, നമ്മളിവിടെ ഉണ്ട്. അപ്പോ രഘുരാജിന്റെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇത് ഒരു ചെറിയ
കഥ ഒരുപാട് സന്ദേശം നൽകുന്നൊരു സ്റ്റോറിയാക്കി മാറ്റി അദ്ദേഹം അതിന് വേണ്ട ഒരുപാട് എഫർട്ടുകൾ എടുത്തിട്ടുള്ള ഒരാളാണ്. എന്തായാലും ടീം ശ്രുതത്തിൻ്റെ വക രഘുരാജന് ഒരു പ്രത്യേകം നന്ദി പറയുകയാണ്. അത് മാത്രമല്ല, രഘുവേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ചെറിയ കലാകാരനാണെങ്കിൽ പോലും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി നമുക്ക് രഘുവേട്ടനിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെയാണ് അതിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ് ശ്രുതം എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിമും. അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്സവങ്ങളിൽ ഒരു വാരവും തീർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാലാഴി കലാസമിതി. പാലാഴി കലാസമിതിയുടെ ഭയങ്കര ഉണ്ടെങ്കിൽ അത്രയും ഒരു ഇതാണ്, എന്താ പറയാ, അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ്. എനർജി. സുധീഷ് കൃഷ്ണ പാലാഴി ഗിരിയേട്ട ഒരു പാട്ട് പാടുമോ? പാലാഴി ഗിരിയേട്ടനോട് പാടാൻ പറയാം. നമ്മുടെ പ്രമാണി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗിരീഷേട്ടനോട് ഒരു പാട്ട് പാടാൻ. അപ്പോൾ കുട്ടിയേച്ചനും സുധിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഗിരീഷേട്ടൻ ഒന്ന് പാടും. ഈ ആ പാട്ടിന് ശേഷമായിരിക്കും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. കേട്ടാ നമ്മൾ പൊളിക്കന്നെയാണ്, നമ്മൾ പൊളിക്കുന്നല്ലേ ഇവിടെ. ഗിരീഷേട്ടൻ്റെ വക ഒരു പാട്ട്. രഞ്ജിത്ത് നമ്മള് നേരത്തെ ഒരു പാട്ട് പാടിയായിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി. അപ്പൊ അത് പാടണം. കയ്യിൽ നിന്ന് പോവാന്നറിയില്ല, എന്നാലും പാടാണ്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അതായത് പാട്ട് പാടുന്നത് വേറെ ശൈലിയാണ്, അത് നമുക്ക് ചോദിക്കുമ്പോ നമ്മള് പാടിക്കൊടുക്കണം. ആഷിഖ് ചെറുപ്പുളശ്ശേരി അളിയ ബാക്കി പാടുക. ആഷിഖ നമ്മുടെ ചങ്കാണ് ആഷിഖ് ചെറുപ്പുളശ്ശേരി. ബാക്കി പാടാൻ കഴിയില്ല, ബാക്കി പാടിയ അതിന്റെ അവസ്ഥ മാറും. അതിന്റെ ബാക്കി ഗിരീഷേട്ടൻ പാടിയിട്ടുണ്ട്. ഹായ് അനുപേട്ട, നമസ്കാരം. ഗിരീഷേട്ടൻ പാടണം പ്ലീസ്. അത് ഗിരീഷേട്ടൻ തന്നെയാണ്. അപ്പൊ ഈ ഗിരീഷേട്ടനായിരിക്കും, ഈ ഗിരീഷേട്ടനാണ്. അപ്പൊ ഗിരീഷേട്ടൻ പാടും. അനൂപ് വീട്ടുകാരിൽ ഹായ് അനുപേട്ട. അനിൽ പാലാഴി ഗിരിയേട്ട. അനിൽ ഗിരീഷേട്ടനെ വിളിച്ചിരിക്കുന്നു. നീലഗിരിയേട്ടൻ പാട്. നീലഗിരിയേട്ടൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞിട്ടുണ്ട്. 2 പാട്ട് പാടി. പ്രവീൺ കാണും ഉണ്ണി നന്നായിട്ടുണ്ട് പാട്ട്. ഓ താങ്ക് യു. 2 പേരും പാടിയിട്ടുണ്ട്. അപ്പൊ 2 പേർക്കും 3 പേരും പാടിയിട്ടുണ്ട്. താങ്ക് യു എന്തായാലും താങ്ക് യു. ദേവേട്ട താങ്ക് യു പൊളിച്ചു. താങ്ക് യു ഗിരിയേട്ട പൊളിച്ചു. സുധി വിഷ്ണു കുക്കു ഹായ് വിഷ്ണു. ഗിരിയേട്ടൻ ഉയിര്. സുധീഷ് കൃഷ്ണപാല. രഘുരാജ് എഴുതുന്നത് ആട്ടം മനുവേട്ടന് എൻ്റെ 1000 നന്ദി. തീർച്ചയായും മനുവേട്ടനോട് ഒരുപാട് നന്ദി നമ്മളെല്ലാവരും കടപ്പെട്ടിട്ടുണ്ട് മനുവേട്ടനോട്. സൂപ്പർ അനിൽ അനു താങ്ക് യു. പാട്ട് സൂപ്പർടാ. രഞ്ജിത്ത് ബിനോയ്. രഞ്ജിത്ത് ആരുടെ പാട്ടാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. 3 പാടിയിട്ടുണ്ട്. അപ്പോൾ 3 വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാം. താങ്ക് യു. അയന എസ് പാട്ട് കൊള്ളാം. സൂപ്പർ ബ്രോസ് ആദിത്യ താങ്ക് യു. പൊളിച്ചു കേട്ടോ പാട്ട്. ഓ താങ്ക് യു വിഷ്ണു ടി. ഗിരിയേട്ട സൂപ്പർ. രണ്ട് ഗിരിയേട്ടന്മാരോട് കൂടിയിട്ടാണ്. 2 ഗിരിയേട്ടന്മാരോട് കൂടിയിട്ടാണ്. വിഷ്ണു സൂപ്പർ വോയിസ്. സൂപ്പർ. സന്ദീപ് നന്ദു വിശ്വമിത്ര. ഓ താങ്ക് യു. നന്ദു നമ്മളെ ചങ്കാണ്. വിശ്വമിത്ര കലാസമിതി പട്ടാമ്പി.
സോങ് സൂപ്പർ. ഗിരി നീ ഒന്ന് പാടും. ആ ഗിരി ഞാൻ ഗിരീഷേട്ടൻ ഈ ഗിരി തന്നെയാണ്. ഇത് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. സുബീഷായി ഞാൻ പാടാം. അപ്പോൾ ഗിരീഷേട്ടൻ്റെ പാട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഗിരീഷേട്ടൻ്റെ കണ്ണേ കലൈവാനി കന്നിമയിലന കണ്ടേനുനെ ഞാനേ. കണ്ണേ കലൈവാനി കന്നിമയിലന കണ്ടേനുനെ ഞാനേ. അന്തിപ്പകലുനെ ഞാൻ പാർത്തിരേ ആണ്ടവനെ ഇത് താട്ടിത്തിരേ. രാരിരാരു പോരാരിരു രാരിരാരു പോരാരിരു. കണ്ണേ കലൈവാനി കന്നിമയിലന കണ്ടേനുനെ ഞാനേ. സോറി, ഞാൻ വരി മറന്നുപോയതാണ്. സുബീഷേ, ഞാൻ പറ്റുന്ന പോലെ പാടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത വരി മറന്നതാണ്. സത്യം പറഞ്ഞാൽ ഫുള്ളാക്കുന്നതാണ്. ഒരു ഭയങ്കര ഫീലിങ്ങാണ് ആ പാട്ട് പാടിയപ്പോൾ നമുക്ക് കിട്ടിയത്. നന്ദു വിശ്വമിത്ര ഗിരിയേട്ടൻ പൊളിയാണ്. നന്ദു ഗിരീശേട്ടനായിരിക്കും. നീല ഗിരീശേട്ടനായിരിക്കും. ബാലൻ മാരായമംഗലം. ഹായ് ഹായ് ബാലേട്ടാ, നമസ്കാരം. യദു യദു കൃഷ്ണ യദു പാലാഴി യദു ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമസ്കാരം. ഹായ് സുധീഷ് സന്തോഷ് മാങ്ങാട്ടിൽ. ഹായ് നമസ്കാരം. ഹായ് സുധീഷ് കൃഷ്ണ. രഞ്ജിത്തെ ഒരു നാടൻ പാട്ട് പാടി. ശ്രുതിയെ പാടിയ നേരത്തെ നമുക്ക് കേട്ടതാണ് പാടിയത്. സന്ദീപ് എന്ന രഞ്ജിത്തെ സ്പെഷ്യൽ ടീം വിഷ്ണു സൂപ്പർ വോയിസ്. വിനോദ് കൃഷ്ണൻ. ഹായ് വിനോദ് കൃഷ്ണൻ എല്ലാവിധ ആശയഭാവങ്ങളും നേരുന്നു. വിനോദേട്ടാ താങ്ക് യു താങ്ക് യു. അതിനെ രഞ്ജു പാടുന്ന കേട്ടില്ലേ ഒരു പാട്ട്? പാടാം പാടാം, നമുക്ക് ലാസ്റ്റ് നമുക്ക് പാടാം. പിന്നെ നമുക്ക് ഒരു വിശേഷം പങ്കുവയ്ക്കാനുള്ളത് വളരെ സന്തോഷം ഉള്ളൊരു വിശേഷമാണ്. കാരണം നാളെ നമ്മുടെ ശ്രുതത്തിൻ്റെ 5000 വ്യൂസ് കടന്ന ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോമഡി ഉത്സവം ഫെയിം ആയിട്ടുള്ള നമ്മുടെ സുനീഷ് പട്ടാമ്പി, സുനീഷ് ഏട്ടൻ നാളെ നമ്മുടെ കൂടെ കുറച്ച് സമയം നമ്മുടെ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. സെക്കൻഡ് പാർട്ട് എന്ന വരെ യദു സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. വെണ്ണില ചന്ദനക്കിണ്ണം പൊളിച്ചു ഗിരീശേട്ടനാണ്. പാലായി സുധി കലക്കി ഗിരീഷ്. സുനീഷ് പട്ടാമ്പി ശ്രുതം ടീമിനെ എല്ലാവരും ഭാഗമായിരുന്നു. സുനീഷ് ഏട്ടാ നമസ്കാരമുണ്ട്. അപ്പോൾ സുനീഷ് ഏട്ടൻ പട്ടാമ്പി, സുനീഷ് ഏട്ടൻ കോമഡി ഉത്സവം ഫെയിമാണ്. അപ്പോൾ നാളെ നമ്മുടെ സെലിബ്രേഷനിൽ നാളെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും സുനീഷ് ഏട്ടൻ. അപ്പോൾ നാളെ രാവിലെ തന്നെയാണ് സെലിബ്രേഷൻ. അപ്പോൾ സുനീഷ് ഏട്ടൻ താങ്ക് യു. അപ്പോൾ നാളെ കാണാം, നമുക്ക് നാളെ പൊളിക്കാൻ വേണ്ടി. സുധീഷ് കുളപ്പട പൊളിച്ചു. സുധീഷ് താങ്ക് യു. ഗിരിയേട്ട സൂപ്പർ. സുനീഷ് പട്ടാമ്പി വെണ്ണില ചന്ദനക്കിണ്ണം സൂപ്പർ. സുനീഷ് ഏട്ടൻ ഗിരീശേട്ടനാണ്. ഞങ്ങൾക്കുള്ളതാണ് വെണ്ണില ചന്ദനക്കിണ്ണം പൊളിച്ചു എന്ന് പറയുന്നത്. രഘുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കഥാകൃതിയും ചെയ്തു നല്ല കലാകാരന്മാരുടെ കഴിവുകൾ പുറത്തുകൊണ്ടുവരാൻ സാധിച്ചു. തീർച്ചയായും അത് നമ്മൾ നേരത്തെ പറഞ്ഞു. കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ അദ്ദേഹത്തിനുണ്ട്. രാജേഷ് നാരായണൻ തിരുവനന്തപുരക്കാരെ വാനോളം ഉയർത്തിയ നന്മ മനസ്സുകൾ കീഴടക്കിയ ടീം സുഹൃത്തിന് രാജേഷ് ഏട്ടാ താങ്ക് യു.
ശരത്തേട്ടാ ഹായ്, നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ സുഖം തന്നെയാണ്. കാരണം ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ശ്രുതം ഇന്ന് 5000-ന്റെ അധികം വ്യൂവേഴ്സ്, 1000-ഓളം അടുത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം. സൂപ്പർ, താങ്ക് യു അനുപേട്ട, താങ്ക് യു. തമിഴ് സോങ് പൊളിച്ചു അനിൽ. ഗിരീഷേട്ടൻ പാടിയ തമിഴ് സോങ് ആണ് പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പാടാൻ വിചാരിച്ച വരി പെട്ടെന്ന് മറന്നുപോയി. സുജിത്ത് പൊന്നു പൊളിച്ചു. സുജിത്ത് പൊന്നുട്ടൻ, താങ്ക് യു പൊന്നു, താങ്ക് യു പൊന്നു. സുരേഷ് പട്ടാമി, രാജു സാറിന്റെ മനോഹരമായ സംഗീതം. കണ്ണേ കണ്ണേ നന്നായിട്ടുണ്ട്. ഗിരീഷേട്ടനാണ്, സുനീഷേട്ടൻ. താങ്ക് യു കേട്ടോ. ഏതോ നമ്മള് 144-ന്റെ കുറച്ച് പ്രശ്നല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും പെട്ടെന്ന് ഉണ്ടാവും. നന്ദിനി കുട്ടി ഒന്ന് ചെയ്യുക. നന്ദിനി കുട്ടി സന്ദീപേ, എന്താ സന്ദീപേ? നന്ദിനി കുട്ടി ആവശ്യപ്പെട്ടല്ലോ. അത് തീർച്ചയായും സന്ദീപ് തീർച്ചയായും ചെയ്യാതെ നമ്മുടെ മണിച്ചേട്ടൻ കരിമാടിക്കുട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ആക്ട് ചെയ്തൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ മാരൊന്നും വരില്ല എങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നന്ദിനിക്കുട്ടിക്ക് കുട്ടിനെ ഇഷ്ടായിത്രേ സന്ദീപ്. അപ്പോ അതങ്ങനെ വരുന്നില്ല. അപ്പോ ഈ എന്തായാലും കുറച്ചു നേരമായിട്ട് പാട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം. ഓൾറെഡി 3 പാട്ട് പാടി. പാട്ട് രഞ്ജിത്ത് പാടാനുണ്ട്, അതേപോലെ നമ്മളെ ഗിരീഷനും പാടാനുണ്ട്. സനിൽ കൃഷ്ണ ഹായ് ബ്രോ ബ്രദേഴ്സ്. എല്ലാവരും നല്ല പാട്ടുകാരാണ്. സൂപ്പർ ശ്രുതം. താങ്ക് യു സുബിഷേട്ടാ, താങ്ക് യു സുബിഷേട്ടാ. എല്ലാവരും നല്ല പാട്ടുകാരല്ലെങ്കിലും ചെറുതായിട്ട് പറ്റുന്ന പോലെ പാടുന്നുണ്ട്. സനിൽ കൃഷ്ണ, സോറി ഫോർ ദ ലേറ്റ്. സനുവേട്ടൻ, നമ്മുടെ സനുവേട്ടൻ വന്നിട്ടുണ്ട്. സനു നമ്മുടെ ശ്രുതം ടീമിലെ ഡോക്ടർ കഥാപാത്രം ചെയ്തിട്ടുള്ളൊരു പ്രധാന വ്യക്തിയാണ് സഞ്ജയ് കൃഷ്ണൻ. പെട്ടെന്ന് കിടത്തിട്ട് പോയി. അത് ഇറങ്ങുമ്പോടെ ഉണ്ടായിരുന്നില്ല, ഗൾഫിലാണ്. സ്ഥലമില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് ഞങ്ങൾക്ക്. നാട്ടിൽ ഇത്രയും ദിവസം നമ്മളെ കൂടെ ഉണ്ടാകുന്നതാണ്. പെട്ടെന്ന് പോയിട്ട് വന്നു, ജോലിയുടെയും ഇതിൻ്റെയൊക്കെ കാരണം. മാത്രമല്ല നമ്മുടെ ശ്രുതത്തിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ ശ്രുതം സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും കാര്യങ്ങളും മുതൽ നമ്മുടെ സനുവേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സനുവേട്ടനെ. അതുപോലെ തന്നെ നാളെ പിന്നെ നടക്കാൻ പോകുന്ന വലിയ രീതിക്കല്ലെങ്കിലും ചെറുതായിട്ട് നടക്കുന്ന സെലിബ്രേഷനിൽ സനുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സനു പാരാഴി കുറച്ച് വൈകിപ്പോയി. എല്ലാവരോടും ഹായ്. യദു പാരാഴി ഹായ്. യദു ഹായ്. സുഖല്ലേ? മനീഷ് മനു ഹായ്. മനീഷ് ഹായ്. ഷോർട്ട് ഫിലിമിലെ ഡോക്ടർ അടിപൊളി കലക്കി. സനുവേട്ടാ തീർച്ചയായും ഡോക്ടർ അടിപൊളിയാണ്. ഡോക്ടർ അടിപൊളിയാണ്. സന്തോഷ് എവിടെ? ശ്രുതം വാസുവേട്ടൻ എവിടെ? സന്തോഷേട്ടാ നമ്മുടെ ഗിരീഷേട്ടന്റെ അനിയനാണ് സന്തോഷേട്ടൻ. അതെ. വാസുവേട്ടൻ എവിടെ? വാസുവേട്ടൻ വീട്ടിലാണ്. അദ്ദേഹം തീർച്ചയായും വാസുവേട്ടനെ ഞാൻ പറയാം, ഇത്രയും ഒരു ഏജില്, അതായത് അഭിനന്ദിക്കേണ്ട ഒരാളുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ കഥയും ഇതൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം ഒരു മടിയും കൂടാതെ നമ്മളോട് സഹകരിച്ച് ഇതിന്റെ വിജയത്തിനായിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ആളെന്നെയാണ്. വാസന്റെ എന്തായാലും ശ്രുതം ടീമിൽ അഭിനന്ദിക്കുകയാണ്.
ശ്രുതൻ ടീമിൻ്റെ മാസ്റ്റർ ബ്രെയിൻ രഘുവേട്ടൻ എവിടെയാണ്? നന്ദു വിശ്വമിത്ര. നന്ദുവേട്ടാ, രഘുവേട്ടൻ ഇവിടെ ഇല്ല. രഘുവേട്ടൻ കുറച്ച് തിരക്കിൽപ്പെട്ടു. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട്, സുധീഷ് പാലായി. സുധി, മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് 2 ഗിരീശേട്ടന്മാരിൽ ഏതെങ്കിലും ഒരു ഗിരീശേട്ടൻ പാടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മുടെ ശ്രുതം റിലീസായതിനു ശേഷം ഒരു അപരിചിതൻ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ പോസ്റ്റ് കണ്ടതിന് ശേഷം നമ്മുടെ ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് നമ്മളെ എത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു അടയാളമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ ശ്രുതൻ ടീമിൻ്റെ പേരിൽ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. നിതിൽ, ഓർമ്മയുണ്ടോ? നിതിലേട്ടാ, ഓർമ്മയുണ്ട്. നിതിൽ, നിതിൽ. നമസ്കാരം. ഹായ് ടീച്ചറെ ഹായ്. നമസ്കാരം. ഉണ്ണി മുദ്ര ഹായ്. നമസ്കാരം. ഉണ്ണിയേട്ടാ നമസ്കാരമുണ്ട്. സനുവേട്ടൻ, താങ്ക്സ് ഫോർ മെൻഷൻ മീ. സനുവേട്ടൻ നിങ്ങളെ മെൻഷൻ ചെയ്യുക മാത്രമല്ല, നിങ്ങൾ നമ്മുടെ ചങ്കായിട്ട് കൂടെ ഉള്ളപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സനുവേട്ട ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സനിൽ കുമാർ ഹായ്. സുനിൽ കുമാർ. സുനിയേട്ടാ, പരിപാടി അങ്ങനെ പോകുന്നു. സുനിയേട്ടാ അങ്ങനെ പോകുന്നു. കേക്ക് എപ്പോഴാണ് മുറിക്കുന്നത്? ബാബുട്ട തീർച്ചയായും നമ്മുടെ കേക്ക് മുറിയും അതേപോലെ തന്നെ സെലിബ്രേഷനും ഒക്കെ നാളെയാണ്. നാളെ നമ്മുടെ സുനീഷ് പട്ടാമ്പി അദ്ദേഹം നാളെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. രാജു ഗിഫ്റ്റ് മാത്രം 3 പേരും കലക്കുന്നുണ്ട്. ഓ താങ്ക് യു രാജേട്ടാ, താങ്ക് യു. അനിൽ ഗിരിയേട്ടാ, ഞാനാണ് പാലക്കാട് പാലാഴി. മനസ്സിലായി. എന്തൊക്കെയുണ്ട്? പെട്ടെന്ന് മനസ്സിലായില്ല. ശ്രുതം ഷോർട്ട് ഫിലിമിൻ്റെ പ്രയാണത്തിലേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സനുണ്ട, താങ്ക് യു. സനേഷ് എം പി ഹായ്. സനേഷ് ഏട്ടാ ഹായ്. സനേഷ് ഏട്ടാ താങ്ക് യു. നമ്മുടെ സുബീഷേട്ടൻ്റെ അനിയനാണ്. ഇവിടെ മറ്റേ മണ്ണാർക്കാട്. CK മനീഷ് ശർമ്മശ്ശേരി ഹായ്. മനീഷ് ഏട്ടാ ഹായ്. നമസ്കാരം. ഇനിയും നല്ല ഫിലിം ചെയ്യാൻ കഴിയട്ടെ. സനേഷ് ഏട്ടാ താങ്ക് യു. ഉണ്ണികൃഷ്ണൻ പൊട്ടച്ചിറ ഹായ്. ഉണ്ണിയേട്ടാ ഹായ്. നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരുപാട് നേരമായി. അപ്പം ഇനി അടുത്ത ഒരു പാട്ടിലേക്ക് നമുക്ക് നീങ്ങാം. നമ്മുടെ 2 ഗിരീശേട്ടന്മാരുടെ ആരെങ്കിലും ഒരാൾ നല്ലൊരു പാട്ട് പാടുന്നതായിരിക്കും. ആയിക്കോട്ടെ, വലിയ ഗിരീശേട്ടൻ ഒരു നല്ലൊരു പാട്ട് പാടുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ നമ്മുടെ ശ്രുതം സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇപ്പോൾ ഈ ഒരു ശ്രുതം ഫസ്റ്റിന് തന്ന പോലെ അതിലുപരി ശ്രുതം സെക്കൻഡ് പാർട്ടിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
അഗ്നിമുദ്ര പാടത്തിലൂടെയുള്ള ഓട്ടം കേമമായി. അത് ഇവര് രണ്ടുപേരുമാണ് പാടത്തിലൂടെ ഓടിയിട്ടുള്ളത്. ഓടിയാളെ ഇയാളാണ്. പിന്നെ ഒന്ന് വാസേട്ടനാണ് നമ്മൾ കൂടെ ഓടിയത്. ജയശ്രീ ഹായ് ഹായ് ജയശ്രീ ഹായ് നമസ്കാരം. അനിൽ പാർട്ട് 2 വെയിറ്റിംഗ്. അത് തീർച്ചയായും പാർട്ട് 2-ന് ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ബെസ്റ്റ് വിഷസ് ഫോർ ഡ്രീം ശ്രുതമ്മോ. താങ്ക് യു അയന, താങ്ക് യു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ എഴുപന്തലയിൽ തന്നെ ഉള്ളൊരു വ്യക്തി, നമ്മുടെ നിഖിൽ ദേവരാജ്, നമ്മുടെ സിറ്റി ചാനലിൽ വർക്ക് ചെയ്യുന്ന നിഖിൽ മലബാർ ഓൺലൈൻസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം നമ്മുടെ ശ്രുതം ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ട് അദ്ദേഹം രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് നിഖിലേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിഖിലേട്ടന് ഒരുപാട് നന്ദി നമ്മുടെ ശ്രുതം ടീം പറയുകയാണ്. പാർട്ട് 2 വെയിറ്റിംഗ് ന്യൂസ്. ഉടനെ പ്രതീക്ഷിക്കാം. അതിൻ്റെ അണിയറ പ്രവർത്തനത്തിലാണ് എല്ലാവരും. താങ്ക് യു. നമ്മൾ ശ്രുതം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം 2 മാസത്തോളം വേണ്ടി വന്നു നമുക്ക് ശ്രുതം റിലീസിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അന്ന് നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് സോണും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഓരോ ദിവസങ്ങളും അതേപോലെ കിട്ടണ്ടേ? അതെ. അതേപോലെ തന്നെ ഒരു താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ സ്കൂളിൽ ഒരു ക്വാറന്റൈൻ സെറ്റ് ചെയ്യാൻ സഹായിച്ച നമ്മുടെ ADLP സ്കൂളിലെ അധ്യാപകൻ മണികണ്ഠൻ മാഷിന് ഒരുപാട് നന്ദി നമ്മൾ ശ്രുതം ടീം പറയുകയാണ്. പിന്നെ ശ്രുതം 2 നിങ്ങൾ ഓരോരുത്തരും വെയിറ്റിങ്ങിലാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. ഇതിലും നന്നായിട്ട്, അതായത് ശ്രുതം 1 നിങ്ങൾ ഏറ്റെടുത്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഓരോരുത്തരും ശ്രുതം 2 ഏറ്റെടുക്കണം. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്ക് ശ്രുതം 2-ന് ആവശ്യമാണ്. ചേട്ടാ നമസ്കാരം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഷോർട്ട് ഫിലിം എന്നുള്ളതിന് അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്കിതിലൂടെ ഒരു വലിയ മെസ്സേജ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ ഈ ലോകമെമ്പാടുമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിക്ക് ഒരു നേർരേഖ എന്നോണം ഒരു മെസ്സേജ് കൊടുക്കാൻ ഞങ്ങൾക്ക് ശ്രുതം എന്ന ഷോർട്ട് ഫിലിമിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവരും നന്ദി. അപ്പോൾ ഇത്രയും നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത ശ്രുതം എന്ന ഈ ഒരു ചെറിയ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഏറ്റെടുത്ത് ഇത്രയും നല്ലൊരു വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ചെറിയ തെറ്റുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മളൊന്നുകൂടി അതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഷോർട്ട് ഫിലിമായിട്ട് നമുക്ക് ശ്രുതം 2 നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നുണ്ടായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഫസ്റ്റിനേക്കാൾ ഒന്നുകൂടി ഗംഭീരമായിട്ട് നമ്മൾ ശ്രുതം ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെല്ലാവരും വെയിറ്റ് ചെയ്യുക, നന്നായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി, നമസ്കാരം.